ഓക്കെ, നമുക്ക് ഹയർ പർച്ചേസിൻ്റെ ഒരു പ്രോബ്ലം, അതായത് ഇൻ ദ ബുക്സ് ഓഫ് ഹയർ പർച്ചേസർ 3 മെത്തേഡ് പഠിച്ചായിരുന്നു. ആ 3 മെത്തേഡിനകത്തും നമുക്ക് ഒരു പ്രോബ്ലം തന്നെ 3 മെത്തേഡിനകത്തും ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും കേട്ടോ. നമുക്ക് പ്രോബ്ലം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഓൺ January 1, 1998, Gopinath and company acquired a pickup van on hire purchase from French Motor Company Limited. The terms of the contracts were as follows. So, അസറ്റ് പിക്കപ്പ് വാൻ ആണ് നമ്മുടെ അസറ്റ്. ഹയർ വെണ്ടർ എന്ന് പറയുന്നത് ഫ്രഞ്ച് മോട്ടോർ കമ്പനി ലിമിറ്റഡ് ആണ്. ടേംസ് പറഞ്ഞിരിക്കണം നോക്കി. ദ ക്യാഷ് പ്രൈസ് ഓഫ് ദ വാൻ ഈസ് ₹1 lakh. ഹയർ പർച്ചേസ് പ്രൈസ് അല്ല, ക്യാഷ് പ്രൈസ് ആണ്. 1 ലക്ഷം രൂപയാണ് നമ്മുടെ ക്യാഷ് പ്രൈസ് പറഞ്ഞിരിക്കുന്നത്. ഇനി ആൻഡ് ദ സെക്കൻഡ് വൺ, രണ്ടാമത്തെ എന്താ, 40,000 were to be paid on signing of the contract. എപ്പോഴാണോ സൈൻ ചെയ്യുന്നത് അപ്പോൾ തന്നെ നമ്മൾ 40,000 rupees കൊടുക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ്സ് കോൾഡ് ഡൗൺ പേയ്മെന്റ്. ആൻഡ് ദ തേർഡ് വൺ, ദ ബാലൻസ് വാസ് ടു ബി പെയ്ഡ് ഇൻ ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ഓഫ് 20,000 പ്ലസ് ഇൻട്രസ്റ്റ്. അതായത് 1 ലക്ഷമാണ്, 40,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു, ബാലൻസ് 20,000 രൂപ വെച്ച് 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണെന്നാണ് പറയുന്നത്. പ്ലസ് ഇൻട്രസ്റ്റ് എന്നും കൂടെ പറയുന്നുണ്ട്. മനസ്സിലായി? സോ ആദ്യമേ നമുക്ക് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് നോക്കാം. നോക്കി, ഒരു ലക്ഷം രൂപയാണ് നമ്മുടെ എന്ത് പ്രൈസ് പറഞ്ഞേ, ക്യാഷ് പ്രൈസ് പറഞ്ഞേ അല്ലേ. ഇതിനകത്ത് 40,000 rupees നമ്മൾ ഡൗൺ പേയ്മെന്റ് ആയിട്ട് പേ ചെയ്യുന്നുണ്ട്. ബാലൻസ് 60,000 rupees ആണ് നമുക്ക് കൊടുക്കേണ്ടത്. ഇതെങ്ങനെയാണ് കൊടുക്കണേ? 20,000-ന്റെ 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് കൊടുക്കണേ. പ്ലസ് അതിന്റെ കൂട്ടത്തിൽ ഏതും കൂടെ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, ഇൻട്രസ്റ്റും കൂടെ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അതിന് മുമ്പ് ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ പറഞ്ഞെന്താ, ഇൻട്രസ്റ്റ് ചാർജബിൾ ഓൺ ദ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് വാസ് ₹6,000 per annum. ഇൻട്രസ്റ്റിന്റെ റേറ്റ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? എത്രയാണ് ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് വരുന്നത് അതിന്റെ 6% നിങ്ങൾ എന്ത് കൊടുക്കേണ്ടി വരും? ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ഇനി ഡിപ്രീസിയേഷൻ അറ്റ് 10% per annum is to be written off using the straight line method. സോ ഓരോ ടേമിലെയും ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എത്ര വരും? 10,000 rupees വരും അല്ലെ. 10% സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ 1 lakhന്റെ 10%, 10,000 rupees ഡിപ്രീസിയേഷനും വരും. പറഞ്ഞാൽ മനസ്സിലായല്ലോ. സോ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ നേരത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം. ഒന്ന്, ക്യാഷ് പ്രൈസ് ആണ്. ക്യാഷ് പ്രൈസ് 1 ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് ഉണ്ട്. ഇതിനകത്ത് 40,000 rupees നമ്മൾ ഡൗൺ പേയ്മെന്റ് കൊടുത്തു, ബാലൻസ് 60,000 rupees ആണ് കൊടുക്കാനുള്ളത്. സപ്പോസ് ഇത് 1 January 1998 അല്ലെ. ഇനി 31 ഡിസംബറിനകത്ത് നോക്കുമ്പോൾ 20,000 രൂപ നമ്മൾ ക്യാഷ് പ്രൈസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇൻസ്റ്റാൾമെന്റ് ആണ് കണ്ടുപിടിക്കണേ. 20,000 രൂപ ക്യാഷ് പ്രൈസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം എന്താ പറഞ്ഞേ, 60,000 3 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കുമെന്നാണ് പറഞ്ഞത് അല്ലേ. സോ ഫസ്റ്റ് ഇയറിലെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് 20,000 കൊടുക്കുന്നുണ്ട്, പ്ലസ് ഇതിന്റെ ഇൻട്രസ്റ്റ്. ദാറ്റ് മീൻസ് 60,000 ആണ് ബാലൻസ് പറഞ്ഞേ. അതിന്റെ 6% എത്ര വരും? 3,600 രൂപ വരും. അതായത് ഫസ്റ്റ് ഇയറിലെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമുക്ക് 23,600 rupees കൊടുക്കേണ്ടി വരും. ഫസ്റ്റ് ഇയറിലെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട്. ഇനി ഇൻ ദ സെക്കൻഡ് ഇയർ നോക്കിയേ, ഇപ്പൊ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് 40,000 അല്ലേ. ഏത് വർഷം? 1/1/1999 40,000 ആണ്. ഇവിടെയും 31 ഡിസംബർ എടുക്കുമ്പോൾ നമ്മൾ 20,000 rupees പേ ചെയ്യുന്നുണ്ട്. പ്ലസ് ഓപ്പണിംഗ് ബാലൻസ് എത്രയായിരുന്നു? ഔട്ട്സ്റ്റാൻഡിംഗ് 40,000 ആണ് ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ്. സോ 40,000 into 6% എത്ര വരും? 2,400 വരും. അങ്ങനെ ടോട്ടൽ നമ്മൾ 22,400 rupees ആണ് നമ്മൾ എന്ത് ചെയ്യണേ? പേ ചെയ്യണേ. ആൻഡ് ദ ലാസ്റ്റ് ഇയർ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് ആകെ 20,000 rupees ഉള്ളൂ. അത് തന്നെയാണ് നമ്മൾ ക്യാഷ് പ്രൈസ് ആയിട്ട് കൊടുക്കണേ. പ്ലസ് ഈ 20,000-ന്റെ എത്ര ശതമാനം കൂടെ? 6%, 1,200 വരും. അങ്ങനെ ടോട്ടൽ 21,200 rupees നമ്മൾ എന്ത് ചെയ്യും? ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പേ ചെയ്യും. സോ ഇനീഷ്യൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? ഈ പറയുന്നത് പോലെ ഇൻട്രസ്റ്റിന്റെ കാൽക്കുലേഷൻ ആണ്. മനസ്സിലായി? നമ്മളൊരു 3 മെത്തേഡാണ് പഠിച്ചത് അല്ലേ. ഒന്ന് നോർമൽ മെത്തേഡ്, പിന്നെ ഒന്ന് നമ്മുടെ ഇൻട്രസ്റ്റ് സസ്പെൻസ് മെത്തേഡ്, ആൻഡ് ദ തേർഡ് വൺ ക്യാഷ് പ്രൈസ് മെത്തേഡ്. നമുക്ക് ഈ പ്രോബ്ലം 3 മെത്തേഡ് പ്രകാരവും എങ്ങനെയാണ് അക്കൗണ്ട് വരയ്ക്കുന്നതെന്ന് നോക്കാം. ആദ്യത്തെ നോർമൽ മെത്തേഡ് അനുസരിച്ചിട്ടാണെങ്കിൽ നമുക്ക് 2 അക്കൗണ്ടുകൾ നമുക്ക് അങ്ങ് ഒരുമിച്ച് വരച്ചു പോവാം. അസറ്റ് അക്കൗണ്ട്. അസറ്റ് എന്തായിരുന്നു? പിക്കപ്പ് ആൻ. യെസ്, പിക്കപ്പ് ആൻ ആയിരുന്നു നമ്മുടെ അസറ്റ് അല്ലേ.
So the second account, it's called hire vendor account. ഹയർ വെണ്ടർ ഒരു ഫ്രഞ്ച് മോട്ടോർ കമ്പനി ആയിരുന്നു ഹയർ വെണ്ടർ. സോ നമ്മൾ ആദ്യത്തെ ജേണൽ എൻട്രി നമ്മൾ എന്താ പറഞ്ഞേ, അസറ്റ് കൊടുക്കാനുള്ളതായിട്ട് അല്ലെങ്കിൽ ക്യാഷ് പ്രൈസ് അത്രയും രൂപ നമ്മൾ കൊടുക്കാനുള്ളതായിട്ട് ട്രീറ്റ് ചെയ്യും. എത്ര രൂപയായിരുന്നു? 1,00,000 രൂപയായിരുന്നു. സോ നമ്മൾ ജേണൽ എൻട്രി എന്ത് ചെയ്യുക, അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഹയർ വെണ്ടർ അക്കൗണ്ട് 1 lakh rupees. 1 lakh അല്ലേ? അതെ, 1 lakh rupees ചെയ്ത് മനസ്സിലായോ? ഇനി അടുത്തത് പറഞ്ഞ എന്താ, അടുത്തതിനകത്ത് എത്ര പറഞ്ഞേ, പിക്കപ്പ് ആൻഡ് അല്ലെങ്കിൽ അസറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എത്ര രൂപ കാണിക്കാം? 1,00,000 രൂപ കാണിക്കാം. ചെയ്ത് മനസ്സിലായോ? ഫസ്റ്റ് ജേണൽ എൻട്രി ആണ് നമ്മൾ ഇവിടെ ചെയ്തത്. അസറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് 1,00,000 രൂപ കാണിച്ചു. അവിടെ ഹയർ വെണ്ടറിന്റെ അക്കൗണ്ടിനകത്ത് അസറ്റ് വാങ്ങിച്ചതായിട്ട് അല്ലെങ്കിൽ 1,00,000 രൂപ അങ്ങനെ കൊടുക്കാനുള്ളതായിട്ട് നമ്മൾ കണക്കാക്കി. അസറ്റ് അക്കൗണ്ടിനകത്ത് ഇനി വേറെ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാനില്ല. കാരണം എന്താ, ഇവിടെ നോക്കി, ഓരോ ടേമിലും നമുക്ക് ഡിപ്രീസിയേഷൻ മാത്രം ചാർജ് ചെയ്താൽ മതി. 10,000 rupees ഡിപ്രീസിയേഷൻ വരും, ബാലൻസ് 90,000 rupees വരും. മനസ്സിലായോ? ബാലൻസ് 90,000 rupees നമുക്ക് ബ്രോഡ് ഓൺ ചെയ്യാം. എഗെയിൻ സെക്കൻഡ് ഇയറിലെ ഡിപ്രീസിയേഷൻ 10,000 വരും, ബാലൻസ് 80,000 വരും. മനസ്സിലായല്ലോ? സോ ബാലൻസ് 80,000 rupees തന്നെ നമുക്ക് കണക്കാക്കാം. തേർഡ് ഇയറിൽ ഡിപ്രീസിയേഷൻ 10,000 rupees വരും ആൻഡ് ദ ബാലൻസ് 70,000 rupees വരും. സോ നോർമൽ മെത്തേഡ് അനുസരിച്ച് അസറ്റ് അക്കൗണ്ടിനകത്ത് ഇതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. പക്ഷേ ഹയർ വെണ്ടറിന്റെ അക്കൗണ്ട് നോക്കി, അസറ്റ് വാങ്ങിച്ചതായിട്ട് 1,00,000 രൂപ ഉണ്ട് അല്ലേ? അടുത്ത ജേണൽ എൻട്രി എന്താ, നമ്മൾ ഡൗൺ പേയ്മെന്റ് ആയിട്ട് 40,000 rupees കൊടുക്കുന്നുണ്ട്. അതായത് ഇവിടെ ഹയർ വെണ്ടർക്ക് അസറ്റ് വാങ്ങിച്ച വകയിൽ 1,00,000 രൂപ കൊടുക്കാനുള്ളതായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. സോ ആ 1,00,000 രൂപ നമ്മൾ എഴുതി. ഇനി അപ്പം തന്നെ നമ്മൾ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു 40,000 rupees കൂടെ കാണിക്കണം. 40 അല്ലേ? അതെ, 40,000 rupees കൂടെ കാണിക്കണം. എന്താ, നമ്മുടെ ഡൗൺ പേയ്മെന്റ് കൊടുത്തത്. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? ഇനി നമ്മൾ പറഞ്ഞ എന്താ, ഓരോ ടേമിലും ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന നേരത്ത് നമ്മൾ എന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് അക്കൗണ്ട് അറ്റ് ടു ഹയർ വെണ്ടർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഓരോ ടേമിലെയും ഇൻട്രസ്റ്റ് എത്രയാണ് അത് നമ്മൾ ഡ്യൂ എൻട്രി കാണിക്കണം. അതായത് ആദ്യത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 3,600 ആണ്. സോ നമ്മൾ അത് ഡ്യൂ ആയിട്ട് എഴുതി. അങ്ങേർക്ക് 1,00,000 മാത്രമല്ല, 1,03,600 രൂപ കൊടുക്കാനാണ് ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ് മാത്രം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബാങ്ക് നമ്മുടെ ഇൻസ്റ്റാൾമെന്റ് എത്ര പറഞ്ഞേ? 23,600 ആണ് നമ്മുടെ ഇൻസ്റ്റാൾമെന്റ് പറഞ്ഞത്. 20,000 rupees ക്യാഷ് പ്രൈസും 3,600 എന്തും വരും, ഇൻട്രസ്റ്റും വരും. ഇനി ബാലൻസ് 40,000 rupees ഫസ്റ്റ് ഇയറിലെ ബാലൻസ് വരും. ചെയ്തത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒറ്റ അഡ്ജസ്റ്റ്മെന്റ് ഇത് മാത്രമാണ്. ഇൻട്രസ്റ്റ് ഡ്യൂ ആയിട്ടുള്ളത് എഴുതണം, എന്നിട്ട് ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുന്നതായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്തത് നോക്കി, ബാലൻസ് 40,000 rupees നമുക്ക് കാണിക്കാം. ബാലൻസ് 40,000 rupees കാണിക്കാം. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ സെക്കൻഡ് ഇയറിലെ ഇൻട്രസ്റ്റ് എത്രയായിരുന്നു? 2,400 രൂപയായിരുന്നു സെക്കൻഡ് ഇയറിലെ ഇൻട്രസ്റ്റ്. അത് ഡ്യൂ ആയിട്ടുള്ള കണക്കാക്കണം. ബാങ്കിൽ നമ്മൾ എത്ര കൊടുക്കുന്നുണ്ട്? 22,400 rupees കൊടുക്കുന്നുണ്ട്. 20,000 rupees ക്യാഷ് പ്രൈസും 2,400 rupees ഇൻട്രസ്റ്റും കൂടെ ചേർത്തി 22,400 rupees ബാങ്ക് വഴി കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാലൻസ് എത്ര വരും? 20,000 rupees ബാലൻസ് വരും സെക്കൻഡ് ഇയർ. തേർഡ് ഇയറിൽ വരുന്ന നേരത്ത് നോക്കി, ബാലൻസ് 20,000 ആണ്, ഇൻട്രസ്റ്റ് 1,200 വരും. ബാങ്ക് വഴി നമുക്കിത് എത്ര കൊടുക്കാം? 21,200 കൊടുക്കാം. ഇനി കൊടുക്കാനൊന്നുമില്ല. സോ ഫസ്റ്റ് മെത്തേഡ് അനുസരിച്ച് നമുക്ക് ഇത്രയും ഈ മെയിൻ ആയിട്ട് 2 വരയ്ക്കേണ്ട അക്കൗണ്ടുകൾ ഇതാണ്. ഇതൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 1,00,000 രൂപയുടെ അസറ്റ് കിട്ടിയതായിട്ടും ആ 1,00,000 രൂപ ഇങ്ങേർക്ക് കൊടുക്കാനുള്ളതായിട്ടും കണക്കാക്കണം. ഓരോ ടേമിലും അസറ്റ് അക്കൗണ്ടിനകത്ത് ഇനി വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ഓരോ ടേമിലും ഇൻട്രസ്റ്റ് എത്രയാണോ കൊടുക്കാനുള്ളത് അത് ഡ്യൂ ആയിട്ട് തന്നെ എഴുതണം. ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ളതായിട്ട് തന്നെ കണക്കാക്കണം. മനസ്സിലായോ? ഓക്കെ, നമ്മൾ ഫസ്റ്റ് മെത്തേഡും തേർഡ് മെത്തേഡും കൂടെ ഫസ്റ്റ് കമ്പയർ ചെയ്യാം, എന്നിട്ട് നമുക്ക് സെക്കൻഡ് മെത്തേഡിലോട്ട് കിടക്കാം. മനസ്സിലായി? ഇനി ഇതിനകത്ത് 2 അക്കൗണ്ടും കൂടെ നമുക്ക് വരയ്ക്കാനുണ്ട്, ഇൻട്രസ്റ്റ് അക്കൗണ്ടും ഡിപ്രീസിയേഷൻ അക്കൗണ്ടും. അത് 3 മെത്തേഡ് അനുസരിച്ചും ചെയ്യുമ്പോൾ സോ അത് ലാസ്റ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് മെത്തേഡ് മനസ്സിലായാൽ നമ്മൾ തേർഡ് മെത്തേഡിലോട്ടാണ് കിടക്കണേ. തേർഡ് മെത്തേഡിനകത്ത് നമ്മൾ പറഞ്ഞ എന്താ,
തേർഡ് മെത്തേഡിനകത്ത് നമ്മൾ പറഞ്ഞ കാര്യം എന്തായിരുന്നു? എത്രയാണോ ക്യാഷ് പ്രൈസ് അത്രയും രൂപയുടെ അസറ്റായിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല. ഓരോ ടേമിലും എത്രയാണോ കൊടുക്കുന്നത് അത് മാത്രമാണ് നമ്മുടെ അസറ്റായിട്ട് കണക്കാക്കുന്നത്. ചെയ്ത് മനസ്സിലായോ? അതായത് ഫസ്റ്റ് മെത്തേഡ് തീർന്നേ, ഇനി ഞാൻ തേർഡ് മെത്തേഡാണ് വരയ്ക്കാൻ പോണേ. തേർഡ് മെത്തേഡ് അനുസരിച്ച് ഈ പറയുന്നത് പോലെ രണ്ട് അക്കൗണ്ട്, അസറ്റ് അക്കൗണ്ടും ഹയർ വെണ്ടറിന്റെ അക്കൗണ്ടും. ഫസ്റ്റ് ജേണൽ എൻട്രി ഇല്ല. ഏതാ? അസറ്റ് അക്കൗണ്ട് അറ്റ് ടു ഹയർ വെണ്ടർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാനുള്ള 1,00,000 കുറിച്ച് നമ്മൾ പറയുന്നില്ല. നമ്മൾ തേർഡ് മെത്തേഡിനകത്ത് പറയുന്നത് എന്താ? കൊടുക്കുന്ന എമൗണ്ടുകൾ മാത്രമാണ് കാണിക്കണേ. ദാറ്റ് മീൻസ് ഇനീഷ്യൽ സ്റ്റേജിനകത്ത് നമ്മൾ 40,000 റുപ്പീസ് അസറ്റിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. സോ ജേണൽ എൻട്രി എന്താ നമ്മൾ പറഞ്ഞേ? അസറ്റ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്. ദാറ്റ് മീൻസ് ഇവിടെ ബാങ്ക് എന്ന് പറഞ്ഞ് എത്ര രൂപ വരും? 40,000 റുപ്പീസ് വരും. മനസ്സിലായോ? ബാങ്ക് എന്ന് പറഞ്ഞ് നമുക്ക് 40,000 റുപ്പീസ് വരും. ഇനി ഹയർ വെണ്ടറിന്റെ കേസ് എടുത്ത് നോക്കി. ഹയർ വെണ്ടർക്ക് നമ്മൾ കൊടുക്കാനുള്ള എൻട്രി ഡ്യൂ ആയിട്ട് എഴുതണം. അങ്ങനെയാണ് തേർഡ് മെത്തേഡ് അത് പറഞ്ഞത് അല്ലേ? ക്യാഷ് പ്രൈസ് പ്രകാരം 20,000 രൂപയും ഇൻട്രസ്റ്റ് പ്രകാരം ഫസ്റ്റ് ഇയറിൽ 3,600 രൂപയും കൊടുക്കാനുള്ളതായിട്ട് ഡ്യൂ എൻട്രി എഴുതണം. എന്നിട്ട് അത് കൊടുത്തതായിട്ട് കണക്കാക്കണം. അങ്ങനെയല്ലേ പറഞ്ഞേ? അതായത് ഹയർ വെണ്ടറിന്റെ കേസിനകത്ത് അസറ്റ് അക്കൗണ്ട് അറ്റ് 20,000, ഇൻട്രസ്റ്റ് 3,600. അങ്ങനെ ബാങ്ക് വഴി നമുക്ക് കൊടുത്തതായിട്ട് കണക്കാക്കാം 23,200 കൊടുക്കാനുള്ളതായിട്ട് കണക്കാക്കാം. ചെയ്തോ? മനസ്സിലായല്ലോ? ഓക്കെ. എങ്ങനെയായിരുന്നു? ആ വർഷം അവസാനം 20,000 രൂപ അസറ്റിന്റെ ക്യാഷ് പ്രൈസ് ആണ്, ഇൻട്രസ്റ്റ് ആയിട്ട് 3,600 ആണ്. അങ്ങനെ 23,600 രൂപ ഹയർ വെണ്ടർക്ക് കൊടുക്കാനുള്ളതായിട്ട് കണക്കാക്കണം. നോക്കിയേ, അതിന്റെ അതേ എഫക്റ്റ് തന്നെ എവിടെയും വരും. ഇവിടെ ഹയർ വെണ്ടർ അക്കൗണ്ടിന് നമുക്ക് 20,000 രൂപ കൊടുക്കാണ്. തേർഡ് ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഹയർ വെണ്ടർ അക്കൗണ്ട് അറ്റ് ടു ബാങ്കാ. ആ പൈസ നമ്മൾ കൊടുത്തത് കൊണ്ട് ഈ 20,000 കൊടുത്തത് കൊണ്ട് ആ 20,000 കൂടെ നമുക്ക് ഇവിടെ എഴുതാം. ദാറ്റ് മീൻസ് ഇപ്പോൾ ടോട്ടൽ എത്രയായി? അസറ്റിന്റെ വാല്യൂ എത്രയായി? ടോട്ടൽ 40 + 20 60,000 ആയി. നമുക്ക് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാം 10,000. ബാലൻസ് എത്ര വരും? 50,000 വരും. ആ ബാലൻസ് നമുക്ക് ബ്രോഡ് ഓൺ ചെയ്യാം 50,000. ഇൻ സെക്കൻഡ് ഇയർ ഇതേപോലെ തന്നെ അസറ്റ് അക്കൗണ്ടിലോട്ട് ഒരു 20,000 രൂപ ആവും. ഇൻട്രസ്റ്റിലോട്ട് ഒരു 2,400 രൂപ ആവും. ഇത് ബാങ്ക് വഴി നമ്മൾ ഹയർ വെണ്ടർക്ക് കൊടുക്കും. 22,400 റുപ്പീസ് ഹയർ വെണ്ടർക്ക് കൊടുക്കും. സോ അതേ അഡ്ജസ്റ്റ്മെന്റ് തന്നെയാണ് ഇവിടെയും പറഞ്ഞത്. ഇപ്പോൾ അസറ്റിന്റെ വാല്യൂ 50,000. ഈ ടേമിൽ നമ്മൾ 20,000 കൊടുക്കുന്നത് കൊണ്ട് ഹയർ വെണ്ടർ എന്ന് പറഞ്ഞ് 20,000 റുപ്പീസും കൂടെ കാണിക്കാം. സോ ടോട്ടൽ എത്ര വരും? 70,000 റുപ്പീസ് വരും. ഇതിനകത്ത് ഡിപ്രീസിയേഷൻ എത്ര രൂപ ചാർജ് ചെയ്യാം? 10,000 റുപ്പീസ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാം. ബാലൻസ് 40,000 റുപ്പീസ് വരും. ബാലൻസ് 40,000 റുപ്പീസ് വരും. ചെയ്തോ? മനസ്സിലായോ? ഇതേപോലെ തേർഡ് ഇയറിലും നമുക്ക് കൊടുക്കാനുള്ളതായിട്ട് ഡ്യൂ എൻട്രി എഴുതണം. അസറ്റ് അക്കൗണ്ട് അറ്റ് 20,000, ഇൻട്രസ്റ്റ് 2,400, ബാങ്ക് വഴി 1,200, $1,200 ബാങ്ക് വഴി കൊടുക്കാനുള്ളതായിട്ട് കണക്കാക്കാം. ഇവിടെ ബാലൻസ് 40,000 ആണ്. ഹയർ വെണ്ടർക്ക് 20,000 കൂടെ കൊടുക്കാനുണ്ട്. ഡിപ്രീസിയേഷൻ നമുക്ക് എത്ര ചാർജ് ചെയ്യാം? 10,000 ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാം. ബാലൻസ് കാണിക്കാം. ചെയ്താൽ മനസ്സിലായോ? ഓക്കെ. ചെറിയൊരു 70, ഇവിടെ ഒരു 60,000 വരും. 40 അല്ല, ഇവിടെ 60 ആണ് പറഞ്ഞത്. സോ ഇവിടെ എത്ര വരും? ബാലൻസ് ആയിട്ട് 70,000 റുപ്പീസ് ബാലൻസ് വരും. മനസ്സിലായോ? അത് എഴുതിയപ്പോൾ മാറിപ്പോയത്. 50 + 20 70 വരും. 10,000 ഡിപ്രീസിയേഷൻ കഴിഞ്ഞ് ബാലൻസ് 60,000 വരും. സോ ഇവിടെ ബാലൻസ് ബ്രോഡ് ഓൺ എന്ന് പറയുന്നത് 40 അല്ല 60 ആണ്. പ്ലസ് ഈ പറയുന്ന പോലെ 20,000 കൂടെ ചേർത്ത് 80 വരും. ഡിപ്രീസിയേഷൻ 70. ഡിപ്രീസിയേഷൻ 70 ചെയ്യുമ്പോൾ ബാലൻസ് ഡിപ്രീസിയേഷൻ 10,000 ചെയ്യുമ്പോൾ ബാലൻസ് 70 വരും. രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? രണ്ട് അക്കൗണ്ട് തമ്മിൽ അല്ലെങ്കിൽ രണ്ട് മെത്തേഡ് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? ആ ഫസ്റ്റ് ജേണൽ എൻട്രിയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള വ്യത്യാസം. മനസ്സിലായോ? നമുക്ക് രണ്ടും കൂടെ ഒന്നും കൂടെ നോക്കാം. ഇവിടെ നോക്കി, ആദ്യത്തേനകത്ത് 1,00,000 രൂപ ഹയർ വെണ്ടർക്ക് കൊടുക്കാനുള്ളതായിട്ട് കണക്കാക്കി അസറ്റിനകത്ത് കാണിച്ചു. ഇവിടെ ഹയർ വെണ്ടർക്ക് 1,00,000 രൂപ കൊടുക്കാനുള്ളതായിട്ട് ഡ്യൂ എൻട്രി എഴുതി.
ദാറ്റ് മീൻസ് ഇവിടെ 1 ലക്ഷം എന്ന് പറഞ്ഞിട്ട് അസറ്റിനെ ഇനീഷ്യലി തന്നെ ഡ്യൂ എൻട്രി എഴുതി. പക്ഷേ ഇവിടെയോ, ഇവിടെ അങ്ങനെയല്ല നമ്മൾ ചെയ്തേ. ഓരോ ടേമിലും 20,000 വെച്ച് അസറ്റിന്റെ ഡ്യൂ എൻട്രി എഴുതി. മനസ്സിലായോ? ഇതിലോട്ട് വരുന്ന നേരത്ത് ഇവിടെ അസറ്റിന്റെ വാല്യൂ 1 ലക്ഷം രൂപയായിട്ടല്ല നമ്മൾ കാണിച്ചിരിക്കണേ. അസറ്റിന് കൊടുക്കുന്ന എമൗണ്ട് മാത്രമാണ് കാണുന്നത്. സോ അസറ്റിന് 40,000 റുപ്പീസ് കണക്കാക്കി, ഹയർ വെണ്ടർക്ക് കൊടുക്കാനുള്ളതായിട്ട്. മനസ്സിലായി? സോ കൊടുക്കുന്നത് 20,000 ആണ്. അത് ഡ്യൂ ആവുമ്പോൾ ആ എമൗണ്ട് നമ്മൾ ഇവിടെ ഇതിലോട്ട് എഴുതി. ഇതാണ് ഈ പറയുന്ന ആദ്യത്തെ മെത്തേഡും രണ്ടാമത്തെ മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ്. മനസ്സിലായോ? ഇനി നമ്മുടെ മൂന്നാമത്തെ മെത്തേഡിലോട്ട് കിടക്കുന്ന നേരത്ത്, മൂന്നാമത്തെ മെത്തേഡ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ള മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഏതാ? ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടാണ്. ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് വരയ്ക്കുന്ന നേരത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അസറ്റുമായിട്ട് അതിന് യാതൊരുവിധ എന്തുമില്ല, വ്യത്യാസങ്ങളുമില്ല. ഫസ്റ്റ് ഇതിനകത്ത് അസറ്റ് എങ്ങനെയാണോ വരച്ചേ, ഫസ്റ്റ് മെത്തേഡ് അനുസരിച്ച് അസറ്റ് അക്കൗണ്ട് എങ്ങനെയാണോ വരച്ചേ, അതേപോലെ തന്നെയാണ് തേർഡ് മെത്തേഡ് അനുസരിച്ചിട്ടും അസറ്റ് അക്കൗണ്ട് പറഞ്ഞത്. കാരണം അസറ്റിന്റെ യാതൊരുവിധ ജേണൽ എൻട്രീസും മാറുന്നില്ല, അല്ലേ? അവിടെ ആകെ കൂടെ മാറുന്നത് എന്താ? ആ പ്രോസസ്സ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അസറ്റ് അക്കൗണ്ട് അറ്റ് ടു ഹയർ വെണ്ടർ 1 ലക്ഷം രൂപ തന്നെയാണ് നമ്മൾ കണക്കാക്കിയത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? കൊടുക്കാനുള്ള ടോട്ടൽ ഇൻട്രസ്റ്റ് എത്രയാണോ അതും കൂടെ ഹയർ വെണ്ടർക്ക് കൊടുക്കാനുള്ളതായിട്ട് കണക്കാക്കി, അല്ലേ? അതിനെ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിലോട്ട് മാറ്റി. ദാറ്റ് മീൻസ് അസറ്റിന്റെ പേരിൽ 1 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്, അതും ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിന്റെ പേരിൽ 7,200 രൂപ കൊടുക്കാനുണ്ട്. 3,600, 2,400, 1,200. സോ അതിനെ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് അറ്റ് ടു ഹയർ വെണ്ടർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ടും ഇനിഷ്യലി കൊടുക്കാനുള്ളത് പോലെ തന്നെ നമ്മൾ കണക്കാക്കി. ഇനി ഓരോ സ്റ്റേജിനകത്തും അതിന്റെ ഡ്യൂ എഴുതണ്ട, ഇൻട്രസ്റ്റിനെ എവിടെ നിന്ന് എടുത്തു കൊടുത്താൽ മതി? ഈ പറയുന്ന പോലെ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിൽ നിന്ന് എടുത്തു കൊടുത്താൽ മതി. മനസ്സിലായി? ദാറ്റ് മീൻസ് ആ മൂന്നാമത്തെ മെത്തേഡിനകത്ത് അസറ്റിന്റെ വാല്യൂവിന് യാതൊരുവിധ വ്യത്യാസവും കാര്യങ്ങളോ വരുന്നില്ല. മനസ്സിലായോ? അസറ്റിന്റെ വാല്യൂവിന് യാതൊരുവിധ വ്യത്യാസവും കാര്യങ്ങളോ വരുന്നില്ല. സോ അതിനകത്ത് ഡിഫറൻസ് വരുന്ന അക്കൗണ്ട് എന്ന് പറയുന്നത് ഈ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് കയറി വരും. അതേപോലെ തന്നെ ഏതും കൂടെ നോക്കണം? ഹയർ വെണ്ടറിന്റെ അക്കൗണ്ടും കൂടെ നോക്കണം. അടുത്ത മെത്തേഡിൽ ദാറ്റ് മീൻസ് നമ്മുടെ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു മെത്തേഡിനകത്ത് ഓൾറെഡി നമ്മൾ പറഞ്ഞതുപോലെ അസറ്റിന് യാതൊരുവിധ മാറ്റവുമില്ല, അസറ്റ് അക്കൗണ്ടിനകത്ത് യാതൊരുവിധ മാറ്റവുമില്ല. നമുക്ക് അവിടെ മാറ്റം വരുന്നത് ആരുടെ അക്കൗണ്ടിലോട്ടാണെന്ന് അറിയാമോ? ഹയർ വെണ്ടറിന്റെ അക്കൗണ്ടിനകത്താണ് മാറ്റം വരുന്നത്. കാരണം അവിടെ ഒരു പുതിയ അഡ്ജസ്റ്റ്മെന്റും കൂടെ കയറി വരും, അല്ലെങ്കിൽ പുതിയൊരു അക്കൗണ്ടും കൂടെ കയറി വരും. ഇറ്റ്സ് കോൾഡ് ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്. ആ പ്രോസസ്സ് ആദ്യമേ തന്നെ മനസ്സിലാക്കുക. നമുക്ക് നോക്കാം. ഒരു പ്രോബ്ലം തന്നെ, ഒരേ പ്രോബ്ലം തന്നെ 3 മെത്തേഡിനകത്ത് ചെയ്യാൻ അല്ലെങ്കിൽ ചെയ്ത് നോക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ്. സോ നമുക്ക് ആദ്യമേ ഹയർ വെണ്ടറിന്റെ അക്കൗണ്ട് ഒന്ന് വരച്ചു നോക്കാം. ഹയർ വെണ്ടറിന്റെ അക്കൗണ്ട്. സോ നോർമൽ കേസിനകത്ത് നമ്മൾ ചെയ്ത പ്രോസസ്സ് എന്തായിരുന്നു? ദാറ്റ് മീൻസ് ഓരോ ടേമിലും എത്രയാണോ ഡ്യൂ ആവുന്നത് ആ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് മാത്രമേ കാണിക്കാറുള്ളൂ, അല്ലേ? ഫസ്റ്റ് ഇയറിൽ 3,600 ഡ്യൂ ആയി. സോ ഫസ്റ്റ് ഇയറിൽ 3,600 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിച്ചു. സെക്കൻഡ് ഇയറിൽ 2,400 രൂപ ആയി, അതും കൂടെ കാണിച്ചു. തേർഡ് ഇയറിൽ 1,200 രൂപ ആയി, അതും കൂടെ കാണിച്ചു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നോക്കിയേ, ഇനിഷ്യലി തന്നെ നമ്മൾ ഹയർ വെണ്ടറിന്റെ അക്കൗണ്ടാണ് വരയ്ക്കണേ. ഇനിഷ്യലി തന്നെ നമുക്ക് അസറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 1 ലക്ഷം രൂപ കൊടുക്കാനുള്ളതായിട്ട് കണക്കാക്കാം. മനസ്സിലായോ? അപ്പം തന്നെ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് എത്ര രൂപയും കൂടെ കണക്കാക്കാം? 7,200 രൂപയും കൂടെ കണക്കാക്കാം. ദാറ്റ് മീൻസ് ടോട്ടൽ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് തുടക്കം തന്നെ ഡ്യൂ ആകുന്ന രീതിയിൽ നമുക്ക് കണക്കാക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നോക്കേ, ബാങ്ക് ആയിട്ട് 40,000 റുപ്പീസ് വരും, ബാങ്ക് ആയിട്ട്. ആൻഡ് നെക്സ്റ്റ് വൺ അഗെയിൻ, അതായത് ഇത് ഡൗൺ പേയ്മെന്റ് ആണ് 40,000. ആ വർഷത്തെ ഇൻസ്റ്റാൾമെന്റ് 23,600 വരും. ബാലൻസ് 43,600 റുപ്പീസ് വരും. ചെയ്ത് മനസ്സിലായോ? നോക്കേ, ഇതിനെ ബാലൻസ് 43,600 ആയിട്ട് കണക്കാക്കാം. അതായത് തുടക്കം തന്നെ നമ്മൾ കൊടുക്കാനുള്ളതായിട്ട് ഇവിടെ എഴുതി. പഴയ മെത്തേഡിനകത്ത് നമ്മൾ അങ്ങനെയല്ല ചെയ്തേ, ഓരോ വർഷം എത്രയാണോ അത് മാത്രമാണ് കണക്കാക്കി. ഇവിടെ നോക്കിയേ, ബാലൻസ് 43,600 വരും. സെക്കൻഡ് ഇയറിൽ ബാങ്ക് വഴി ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുന്നത് എത്രയാ? 22,400 ആണ്. സോ ബാലൻസ് 21,200 വരും. തേർഡ് ഇയറിൽ ബാലൻസ് 21,200, ബാങ്ക് വഴി 21,200 കൊടുക്കാനുള്ളതായിട്ട് കണക്കാക്കാം.
സോ മനസ്സിലായോ? ഡിഫറൻസ് മനസ്സിലായോ? ഹയർ വെണ്ടർ അക്കൗണ്ടിന്റെ ഡിഫറൻസ് മനസ്സിലായല്ലോ? എങ്ങനെയായിരുന്നു? അതിനകത്ത് അസറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് 1 lakh കാണിക്കും, താഴെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് ആ വർഷത്തെ ഇൻട്രസ്റ്റ് മാത്രം 3600 rupees ഡ്യൂ ചെയ്യും. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ടോട്ടൽ ഇൻട്രസ്റ്റ് ആണ് ഡ്യൂ ആവണേ. അതുകൊണ്ട് ഓരോ വർഷവും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് കണക്കാക്കേണ്ട കാര്യമില്ല, ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നത് കണക്കാക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? ചെയ്തത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കി, അസറ്റ് അക്കൗണ്ട് 1 ലക്ഷം കാണിച്ചു, ഫസ്റ്റ് ഇയറിൽ 3600 ആണ് ഡ്യൂ ആവണേ, ആ 3600 കാണിച്ചു, കൊടുത്ത എമൗണ്ട് കാണിച്ചു. രണ്ടാമത്തെ വർഷം 2400 ആണ് ഡ്യൂ ആവണേ, ആ കൊടുത്ത എമൗണ്ട് കാണിച്ചു. മൂന്നാമത്തെ വർഷം 1200 രൂപയാണ് ഡ്യൂ ആവണേ, ആ കൊടുത്ത എമൗണ്ട് കാണിച്ചു. പക്ഷേ ഇപ്പോൾ പറഞ്ഞ മെത്തേഡിനകത്ത് നമ്മൾ അങ്ങനെയല്ല ചെയ്തത്. നമ്മൾ ചെയ്ത എന്താ, ടോട്ടൽ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് തുടക്കം തന്നെ ഡ്യൂ ആയി. സോ നമുക്കിവിടെ പുതിയൊരു അക്കൗണ്ടും കൂടെ വരയ്ക്കേണ്ടി വരും. ഏതിൻ്റെയാ? ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് തുടക്കം തന്നെ ഒരു അക്കൗണ്ട് വരയ്ക്കേണ്ടി വരും. അവിടെ നോക്കി, ഫ്രഞ്ച് മോട്ടോറിന് നമ്മൾ 7200 രൂപ കൊടുക്കാനുള്ളതായിട്ട് കണക്കാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഹയർ വെണ്ടർ അക്കൗണ്ട് 7200 rupees കൊടുക്കാനുള്ളതായിട്ട് കണക്കാക്കാം. ഓരോ വർഷത്തെ ഇൻട്രസ്റ്റ് ഇതിൽ നിന്ന് എടുത്ത് കൊടുത്താൽ മതി. ഫസ്റ്റ് ഇയറിൽ ഇൻട്രസ്റ്റ് എത്ര വരും? 3600 വരും, ബാലൻസ് 3600. മനസ്സിലായോ? സോ ബാലൻസ് നമ്മൾ എഴുതുന്നു 3600, ഇൻട്രസ്റ്റ് 2400, ബാലൻസ് 1200. ബാലൻസ് 1200, ഇൻട്രസ്റ്റ് 1200. ടേം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തന്നെ. അല്ലെങ്കിൽ ആ പ്രോസസ്സ് മനസ്സിലായാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അതിലോട്ട് എത്താൻ പറ്റും. മനസ്സിലായോ? ഇതാണ് കോമൺലി കയറി വരുന്ന 3 അക്കൗണ്ടുകൾ. അതിനകത്ത് ആദ്യത്തെ 2-നകത്തും അസറ്റിനകത്തും ഹയർ വെണ്ടറിനകത്തുമാണ് ഡിഫറൻസ് വരുന്നതെങ്കിൽ മൂന്നാമത്തെ മെത്തേഡ് പ്രകാരം അസറ്റ് അക്കൗണ്ടിനകത്ത് വലിയ വ്യത്യാസമൊന്നുമില്ല. ഹയർ വെണ്ടർ അക്കൗണ്ട് മാറും, പുതിയൊരു അക്കൗണ്ടും കൂടെ കയറി വരും. ഏതാ? ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ടും കൂടെ കയറി വരും. സാധാരണ രീതിയിൽ നമ്മളോട് ഒരു 2 അക്കൗണ്ടും കൂടെ ചോദിക്കാറുണ്ട്. ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഓക്കെ. ഫസ്റ്റ് ഇയറിൽ ചാർജ് ചെയ്ത് എത്രയാണ്? അസറ്റ് അക്കൗണ്ടിനകത്ത് നമുക്ക് 10,000 rupees കാണിക്കാം. അതിനെ ഏതിലോട്ട് കൊണ്ടുപോകാം? പി ആൻഡ് എൽ അക്കൗണ്ടിനകത്ത് 10,000 rupees കാണിക്കാം അല്ലേ? രണ്ടാമത്തെ വർഷവും പ്രത്യേകിച്ചൊന്നുമില്ല, അസറ്റ് അക്കൗണ്ട് 10,000 കാണിക്കാം, അതിനെ പി ആൻഡ് എൽ അക്കൗണ്ടിലോട്ട് മാറ്റാം 10,000. ആൻഡ് ദ തേർഡ് ഇയർ എഗെയിൻ അസറ്റ് എന്ന് പറഞ്ഞ് 10,000 കാണിക്കാം, ആൻഡ് പി ആൻഡ് എൽ അക്കൗണ്ടിലോട്ട് 10,000 rupees മാറ്റാം. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഇത് മൂന്നിനും സെയിമാണ്. 3 മെത്തേഡ് അനുസരിച്ചും ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് സെയിമാണ്. ഇതേപോലെ ഒരു അക്കൗണ്ടും കൂടെ നമുക്ക് വരും. ഇറ്റ്സ് കോൾഡ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് എങ്ങനെ വരണേ? ദാറ്റ് മീൻസ് ഹയർ വെണ്ടർ അക്കൗണ്ട് എത്ര വരും? 3600 വരും. ഇവിടെ പി ആൻഡ് എൽ അക്കൗണ്ടിലോട്ട് അത് മാറ്റാം, 3600 മാറ്റാം. രണ്ടാമത്തെ ഹയർ വെണ്ടർ അക്കൗണ്ട് വരും 2400, പി ആൻഡ് എൽ അക്കൗണ്ടിലോട്ട് എത്ര വരും? 2400 വരും. ആൻഡ് തേർഡ് വൺ ഹയർ വെണ്ടർ അക്കൗണ്ട് എത്രയാ? 1200, ആൻഡ് പി ആൻഡ് എൽ അക്കൗണ്ട് 1200. ഈ ഇൻട്രസ്റ്റ് അക്കൗണ്ടിനകത്ത് ആദ്യത്തെ 2 മെത്തേഡ് പ്രകാരവും സെയിമാണ്. മൂന്നാമത്തെ മെത്തേഡിനകത്ത് നമ്മൾ ഇനിഷ്യലി തന്നെ ഹയർ വെണ്ടർക്ക് ഡ്യൂ ആക്കി വെച്ചിട്ടുണ്ട് അല്ലേ? ഏത് അക്കൗണ്ടിലാണ്? ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഇനിഷ്യലി തന്നെ ഡ്യൂ ആക്കി വെച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് പിന്നീടുള്ള 3 വർഷങ്ങളും ഹയർ വെണ്ടർ എന്നല്ല പറഞ്ഞേ, പകരം ഏത് വരും? ആ ജേണൽ എൻട്രി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എവിടുന്ന് അത് ഡ്യൂ ആക്കി എഴുതണേ. ഈ പറയുന്ന പോലെ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിൽ നിന്നാണ് ഡ്യൂ ആക്കണേ. സോ ബാക്കിയുള്ള 2 മെത്തേഡ് അനുസരിച്ചും സെയിം ആണ് ഇൻട്രസ്റ്റ് അക്കൗണ്ട്. മൂന്നാമത്തെ ഇൻട്രസ്റ്റ് സസ്പെൻസിൽ നിന്ന് അങ്ങനെയല്ല നമ്മൾ ചെയ്യണേ. ഓരോ വർഷവും എവിടുന്ന് എടുത്ത് മാറ്റി വെക്കണേ? ഇൻട്രസ്റ്റ് സസ്പെൻസിൽ നിന്നാണ് മാറ്റി വെക്കണേ. സോ ഇവിടെ ഹയർ വെണ്ടർ എന്നുള്ള മാറി പകരം ഏതിൻ്റെ എഫക്റ്റ് വരും? നമ്മുടെ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിൻ്റെ എഫക്റ്റ് വരും. ഈ പ്രോബ്ലം ഒന്നേ ഉള്ളൂ, അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ആ പ്രോബ്ലം ഒന്ന് എഴുതി 3 മെത്തേഡ് പ്രകാരവും വരച്ച് നോക്കുക. വീഡിയോ 1-2 തവണ കണ്ട് ആ കൂടെ തന്നെ ആ അക്കൗണ്ട്സും കൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക. എന്നാലേ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവണം. ഓക്കെ, ഞാനൊരു 2-3 പ്രോബ്ലം നിങ്ങൾക്ക് തനിയെ ചെയ്യാൻ വേണ്ടിയിട്ട് ഹോംവർക്കായിട്ടും കൂടെ ഒന്ന് തരാം. അതും കൂടെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഹോംവർക്കല്ല, ഞാൻ പ്രാക്ടിക്കൽ പ്രോബ്ലം ആയിട്ട് തന്നെ ഞാൻ തരാം. നിങ്ങളതൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ബൈ.